ഹലോ മക്കൾസ്, ബാബു സാറാണേ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മക്കളെ, നമ്മളെ +1 മോഡൽ എക്സാമിനേഷന് നമുക്ക് ചോദിക്കുന്നതിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട 8 മാർക്കിൻ്റെ ഒരു ചോദ്യം നമുക്ക് വരുന്നത് പാരിഭാഷിക് ശബ്ദാവലി സമയ കെ സാത്ത് ഹംപി എന്ന് പറയുന്ന പാഠമാണ്. അതായത് നമുക്ക് യൂണിറ്റ് 4 ചാപ്റ്റർ 2 4ാമത്തെ യൂണിറ്റിലെ 2ാമത്തെ ചാപ്റ്ററാണ് വരുന്നത്. തുടർച്ചയായി നമ്മൾ വരുന്ന സമയത്ത് നമുക്ക് 14ാമത്തെ പാഠമായി വരും. ഓക്കെ, ഈ പാഠത്തിൽ നമുക്ക് ചോദിക്കുന്ന 8 മാർക്കിന്റെ ചോദ്യത ഇങ്ങനെയാണ് നിങ്ങൾക്ക് ചോദ്യം വരുന്നത്. നോക്കൂ, ആട്ട് പാരിഭാഷിക് ശബ്ദ ജോഡെ ചുൻകർ ലിഖിए. 8 പാരിഭാഷിക് ശബ്ദ ജോഡെ ജോയിന്റ് ആക്കാൻ വേണ്ടി, അതായത് ആട്ട് പാരിഭാഷിക് ശബ്ദ ജോഡെ ശബ്ദ ജോഡികളെ ചുൻകർ ലിഖിए തെരഞ്ഞെടുത്ത് എഴുതാൻ. ഇവിടെ ഒന്നിട്ട് ഇംഗ്ലീഷ് കൊടുത്തിരിക്കുന്നത് ഇന്റർനെറ്റ്, ഷെയർ, പ്രൈവസി, പിന്നെ ക്യാൻസൽ, പ്രോഗ്രാം, സെർച്ച്, ട്രഷ്, ഫയൽ, ഇങ്ങനെയാണ് കൊടുത്തത്. എന്നിട്ട് ഹിന്ദിയിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് റദ്ദ് കരേ, സഞ്ചിക, അന്തർജാൽ, കൂടേദാൻ, ഖോജ്, ഗോപനീയത, പ്രക്കം, ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ ആൻസർ ഇങ്ങനെയാണ് വരുന്നത്. നിങ്ങൾക്ക് 8 മാർക്കാണ് ഇങ്ങനെ എഴുതുമ്പോൾ കിട്ടുന്നത്. നിങ്ങൾ ഇങ്ങനെ റൗണ്ട് ആയിട്ട് തന്നെയല്ല നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ എഴുതേണ്ടത്. നിങ്ങൾ ഇങ്ങനെ ഓർഡർ ആക്കി എഴുതുക. നോക്കൂ, ഇന്റർനെറ്റ് എന്നുള്ളതിന് അന്തർജാലാണ്, ഷെയർ എന്നുള്ളതിന് സാഞ്ചാ കരേ എന്നാണ് പറയാം, പ്രൈവസി എന്നുള്ളതിന് ഗോപനീയത എന്നാണ് പറയാം, ട്രഷ് എന്നുള്ളതിന് കൂടേദാൻ എന്നാണ് പറയുന്നത്, സെർച്ച് എന്നുള്ളതിന് ഖോജ് എന്നാണ് പറയുന്നത്, ഫയൽ എന്നുള്ളതിന് സഞ്ചിക എന്നാണ് പറയുന്നത്, ക്യാൻസൽ എന്നുള്ളതിന് റദ്ദ് കരേ എന്ന് പറയും, പ്രോഗ്രാമിന് നമ്മൾ പ്രക്രം എന്ന് പറയും. ഇങ്ങനെ ഓർഡർ ആക്കി വെക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് 8 മാർക്കാണ്. ഇങ്ങനെ ഈ 8 മാർക്ക് നഷ്ടപ്പെടാതിരിക്കാൻ നാം പഠിക്കേണ്ടത് കുച്ച് അന്യ പാരിഭാഷിക ശബ്ദ, കുറച്ചുകൂടി പാരിഭാഷിക ശബ്ദങ്ങൾ പഠിച്ചാൽ നമുക്ക് മാർക്ക് നഷ്ടപ്പെടാതെ കിട്ടും. നോക്കി, അതൊക്കെയാണ്. ഫയൽ എന്ന് പറഞ്ഞാൽ സഞ്ചികയാണ്, ഫയലാണ്. ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ പ്രാരൂപമാണ്, മാതൃകാരൂപമാണ്. ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ മഹത്വപൂർണ്ണമാണ്, പ്രധാനപ്പെട്ടത് എന്നാണ്. ഇൻപുട്ട് അന്തർജാലാണ്, ചേർക്കുവാനുള്ളത് മലയാളം. ഇന്റർനെറ്റ് അന്തർജാല്, ഇന്റർനെറ്റ് എന്ന് പറയുന്നു. സാനിറ്റേഷൻ എന്ന് പറഞ്ഞാൽ സഫായി, ശുചീകരണം എന്നാണ്. സറൗണ്ടിങ് എന്ന് പറഞ്ഞാൽ പരിവേഷാണ്, പരിസ്ഥിതിയാണ്. ആഡഡ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഖാത്ത ജോഡയും അക്കൗണ്ട് ചേർക്കുക എന്നാണ്. അടുത്ത ക്യാൻസൽ എന്നുള്ള റദ്ദ് കരേ, ഇല്ലാതാക്കുക എന്നാണ്. കാറ്റഗറീസ് എന്ന് പറഞ്ഞാൽ ശ്രേണിയാം, മലയാളത്തിൽ നമ്മൾ ശ്രേണികൾ എന്നാണ് പറയുന്നത്. അടുത്തത് നമ്മൾ നോക്കൂ, ട്രഷ് എന്ന് പറഞ്ഞാൽ കൂടേദാൻ, ചവറ്റുകൊട്ട എന്നാണ് വാക്ക്. അടുത്ത പബ്ലിക് എന്ന് പറഞ്ഞാൽ സാർവജനിക, പൊതുവായത് എന്നാണ്. റിസോഴ്സ് എന്നുള്ളതിന് സംസാധൻ, സ്രോതസ് എന്ന് പറയുന്നു. സെർച്ച് എന്നുള്ളതിന് ഹിന്ദിയിൽ നമ്മൾ ഖോജ് എന്നാണ് പറയുക, മലയാളം അന്വേഷണമാണ്. സെൻഡ് മെയിൽ എന്നുള്ളതിന് ബേജി ഗയി മെയിൽ എന്നാണ്, അയച്ച മെയിൽ എന്ന് പറയുന്നു. നോ സബ്ജക്റ്റിന് വിഷയഹീൻ എന്ന്, വിഷയമില്ലായ്മ എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഔട്ട്പുട്ട് എന്നതിൽ നമ്മൾ ബഹിർപാത്ത് എന്നാണ് പറയുന്നത്, ഉൽപ്പന്നം എന്ന് പറയും. പ്രൈവസിക്ക് നമ്മൾ ഗോപനീയത എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു, സ്വകാര്യത എന്നാണ് അതിന്റെ മലയാളം. അടുത്ത സേവ് എന്നുള്ളതിന് സഹേജയം എന്നാണ് ഹിന്ദിയിൽ പറയുക, സംരക്ഷിക്കൽ എന്നാണ് അതിന് മലയാളം. അടുത്ത സൈൻ ഔട്ടിന് നമ്മൾ പ്രസ്ഥാൻ എന്നാണ്, അവസാനിപ്പിക്കുക എന്ന് പറയുന്നു. അടുത്ത സോഷ്യൽ എന്നുള്ളതിന് സാമാജിക്, ഒത്തൊരുമ എന്ന വാക്കുകൊണ്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അടുത്ത സ്പാമിന് നമ്മൾ അൻചാഹ അഥവാ അനാവശ്യമായത് എന്നാണ് അതിൻ്റെ അർത്ഥം. അടുത്തത് സൈൻ ഇൻ, ഖാത്ത ജോഡെ, തുടങ്ങുക എന്നാണ് അർത്ഥം. അടുത്ത ഷെയർ നമ്മൾ സാഞ്ചാ കരേ, പങ്കുവയ്ക്കുക എന്നാണ്. അടുത്ത സിമ്പൽ സങ്കേത്, സൂചന എന്നാണ്. യൂസർ നെയിമിന് നമ്മൾ ഉപയോഗകർത്താക്കാനാം, യൂസർ നെയിം എന്ന് പറഞ്ഞാൽ ഉപയോഗകർത്താക്കാനാം, ഉപഭോക്താവിൻ്റെ പേര് എന്നാണ് ഉപയോഗിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ആ 8 മാർക്ക് നമുക്ക് നഷ്ടപ്പെടാതിരിക്കും. ഓക്കെ, ബൈ.